ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയില് മൂർത്തി മുത്തശ്ശനോട് നബി പറഞ്ഞു, മുത്തശ്ശന് അബിയേക്കാൾ സ്നേഹമാണല്ലേ ആദർശനോട്. ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു, അതെ, അബിക്ക് ഞാൻ അവൻ അർഹിക്കുന്ന സ്നേഹം മാത്രം കൊടുക്കുന്നുള്ളെന്ന് പറഞ്ഞു. എനിക്കറിയാം അതങ്ങനെ വരത്തുള്ളൂന്ന് മുത്തശ്ശൻ പറഞ്ഞു. അല്ല, നിനക്ക് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളൊക്കെ ഇല്ലേ നവ്യ ചില കാര്യത്തില്? അതുപോലെ തന്നെയാണ് എനിക്ക് എന്റേതായ ചില കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ ഇപ്പം മാറ്റിമറിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. നീ ചെല്ല്, ഞാൻ ആഹാരം കഴിക്കാൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞു. പിന്നീട് നവ്യ അങ്ങോട്ട് പോയി. ഈ സമയത്ത് നയനയുടെ ആദർശന്റെ ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗോവിന്ദനും ജയനും കൂടെ സംസാരിക്കുക. ഗോവിന്ദൻ ജയനോട് പറഞ്ഞു, മൂർത്തി സാറ് വരേണ്ടതായിരുന്നു. മൂർത്തി സാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അച്ഛന് വരാൻ പറ്റിയില്ല, അച്ഛന്റെ കാര്യം അറിയാലോ. അച്ഛൻ വന്നു വേണമെങ്കിൽ നല്ല തലയെടുപ്പോടുകൂടി തന്നെ ഇവിടെ നിന്നേരാം. അതങ്ങനെയാ, ഏതൊരു ഫംഗ്ഷന് പോയാൽ അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ അച്ഛന്റെ മാനസികാവസ്ഥ അത്ര ശരിയല്ല, അതുകൊണ്ട് അച്ഛൻ വരാതെ എന്ന് പറഞ്ഞു. ഈ സമയം അനി എന്ത് ചെയ്തു? ജനലിൽ അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നന്ദു അപ്പുറം നിൽക്കുന്നുണ്ട്. അവര് കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ജയൻ ചോദിച്ചു, ഇതെന്താടാ മോനെ നീ അവിടെ നിന്ന് അകത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. പെട്ടെന്ന് നന്ദു അവിടെ നിന്ന് മാറി. ആ സമയത്താണ് അവന്തികയ്ക്ക് അങ്ങോട്ടേക്ക് വരുന്നേ. അവന്തിക വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ ചോദിച്ചു, മോളെ നിന്റെ കല്യാണം മുടങ്ങിപ്പോയില്ലേ ആ നവീനുമായിട്ടുള്ളേ? അവന്തിക പറഞ്ഞു, അതിനകത്ത് എനിക്കൊരു പ്രശ്നമില്ല അങ്കളെ, എനിക്ക് സങ്കടമൊന്നുമില്ല, നടക്കേണ്ടതായിരുന്നു നടന്നേനെന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, അങ്ങനെ വേണം. ഈ സമയം ജാനകിയോട് ചോദിച്ചു, അല്ല അനിയുടെ കല്യാണക്കാരിയൊക്കെ എവിടം വരെ ആയി? അവര് കല്യാണം ആലോചിക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു. ജാനകി പറഞ്ഞു, 1-2 ആലോചനയൊക്കെ വന്നതാ, പക്ഷെ ഇനിയിപ്പൊ അനാമികയായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ അവനൊന്നിനും അങ്ങോട്ട് അടുക്കുന്നില്ല, അതുകൊണ്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞു. അവന്തിക അനിയെ പതുക്കെ ഒന്ന് നോക്കുവാണ്. എനിക്ക് അവൾ നോക്കുന്നതിന്റെ അർത്ഥവും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അനി അത് കാര്യമായിട്ട് എടുക്കാനും പോയില്ല. അവന്തിക്ക് അനിയെ കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഇതേ സമയത്ത് നയനയും ചന്തുമോളും ദേവേനയൊക്കെ ഇവിടെ വരുവാണ്. നയനമോള് ചന്തുവിനോട് പറഞ്ഞു, അല്ലെ മോൾ എന്ന് ഇവിടെ നിന്നോ, മോള് പോവണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനി പറഞ്ഞു, അതെ മോളങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടം, സാരമില്ല, മോളെന്ന ഒരു കാര്യം ചെയ്യുക, 2 ദിവസം നയനാമ്മയോട് നിന്നോളാൻ പറഞ്ഞു. ചന്തു മോൾക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, ഇനി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. ദേവേനെ ചോദിച്ചു, അല്ല ആദർശിനെ കണ്ടില്ലോ എന്ന് പറഞ്ഞു. ആദർശം നെട്ടോട്ടത്തിലാ, അവനെ കണ്ടു കിട്ടാൻ പോലും ഇപ്പൊ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഈ ചടങ്ങിനിടയ്ക്കും അവൻ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുമായിരുന്നു പറഞ്ഞു. ഈ സമയത്ത് അവന്തിക അനിയനെ ഒന്ന് നോക്കി. അനിയാണെങ്കിലോ നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കനകയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കനക രൂക്ഷമായിട്ട് നന്ദുവിനെ നോക്കുവാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ദേവേന് പറഞ്ഞു, മോളെ നീ ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം, അറിയാലോ, ഓടിച്ചാടി നടക്കുകയും ചേരുന്നു പറഞ്ഞു. നയന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, അടുക്കള ജോലികളൊന്നും ചെയ്യാൻ പോകരുത്, അതൊന്നും എന്നെ കൊണ്ട് എലിസബത്ത് ആന്റി ചെയ്യിക്കത്തില്ല, ആന്റി അതൊക്കെ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ ചേട്ടാന്ന് ചോദിച്ചു. അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നന്ദു അനിയുടെ മുഖത്തേക്ക് നോക്കുന്നത് പരസ്പരം അവരെ കണ്ടു നോക്കുവാണ്. ജാനകി ഇത് കണ്ടു. കണ്ടില്ലേ, ഇപ്പോഴും രണ്ടും തമ്മിൽ നോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവരാരും കാണുന്നില്ലെന്ന രണ്ടുപേരുടെയും വിചാരം. ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒടുവിൽ അവരങ്ങനെ യാത്ര പറഞ്ഞ് അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, ആ അനിയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നന്ദുവിനെ നോക്കുന്ന ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവളും അത്ര കുഴപ്പമൊന്നുമില്ല, ഇവളും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം നന്ദു പറഞ്ഞു, അമ്മ എന്തൊക്കെയാ അമ്മ പറയണമെന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ ഈ ചടങ്ങിന് വരാൻ അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ നയനേച്ചിക്ക് വിഷമാവില്ലെന്ന് കരുതി മാത്രം വന്നാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അതെ നീ വന്നോണ്ടോ നിന്നോണ്ടോ ഒന്നും അല്ല പറഞ്ഞത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത്, അത് നിനക്കറിയാലോ എന്നൊക്കെ ഒരു ഉപദേശം കൂടെ കൊടുക്കുന്നുണ്ട് നന്ദുവിന്. ഈ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചതേ നന്ദുവിനെ ഒന്നുമല്ല ഞാൻ ശ്രദ്ധിച്ചേ, നയനമോളുടെ മുത്തശ്ശിയാ ശ്രദ്ധിച്ചേ, ഫോണും പിടിച്ചോണ്ട് വീഡിയോസൊക്കെ എടുത്തോണ്ട് നടക്കുന്നുണ്ടേ. നയന പറഞ്ഞു, അത് മുത്തശ്ശിക്കൊരു വാശിയാന്ന് തോന്നേ, കാരണം മുത്തശ്ശൻ വന്നില്ലല്ലോ, അപ്പൊ മുത്തശ്ശനെ കൊണ്ടേ കാണിക്കണം. ഇവിടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നടന്നു, എല്ലാരും നല്ല സന്തോഷത്തിലൊക്കെ ആയിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു തോന്നിയെന്ന് പറഞ്ഞു. കനക പറഞ്ഞു, ചിലപ്പോ ശരിയായിരിക്കും, അതുകൊണ്ടായിരിക്കും വാസനര മുത്തശ്ശി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് നടന്നേ. ഇത്രയും നാളും ഇങ്ങനെയൊന്നും മുത്തശ്ശിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പം മുത്തശ്ശി പെട്ടെന്ന് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് നയന് പറയണ. കാരണം
ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മുത്തശ്ശി വീഡിയോ കോൾ ചെയ്യുവോ ആരോടും അങ്ങനെ ചാറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ആദ്യത്തെ സംഭവമാണ്. അതിനകത്ത് എല്ലാവർക്കും ഒരു അത്ഭുതം ഉണ്ടായിരുന്നു താനും. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും ദേവേനി അവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം ജലജ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ജലജ ചോദിച്ചു, അല്ല ചടങ്ങുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അതൊക്കെ അറിയണമായിരുന്നെങ്കിൽ അങ്ങോട്ടേക്ക് പറഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, വരാതിരുന്ന് നന്നായി, നിങ്ങളൊക്കെ വരാത്തോണ്ട് ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടന്നെന്ന് പറഞ്ഞു. ജലജയ്ക്ക് അത് ഒട്ടും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയം ദേവേനി പറഞ്ഞു, ഓ നീയും നിന്റെ മോനും മരുമോളും ഒക്കെ ഇവിടെ ഇരുന്നിട്ട് മിക്കവാറും അച്ഛൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചു കാണുമെന്ന് പറഞ്ഞു. വസ്തന മുത്തശ്ശി പറഞ്ഞു, ഇവരങ്ങനെ ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇവരുടെ സ്വഭാവമൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാൻ ദേവേനി, അതുകൊണ്ട് അതൊന്നും വില പോവില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഒരുങ്ങി നവ്യയും അബിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ അവർ വന്നിട്ട് ജലജ പറഞ്ഞു, അമ്മ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. എന്താ മോളെ? അതെ, പുറത്ത് കുറച്ച് ആവശ്യമുണ്ട്, ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ശേഷം പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇതേ നവ്യെ, നിന്റെ അനുജത്തിയുടെ 3-ാം മാസം ചടങ്ങായിരുന്നത്, നിനക്കത് അറിയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. എന്നിട്ടാണോ നീ അങ്ങോട്ടേക്ക് വരാതിരുന്നേ? ഓ പിന്നെ 3-ാം മാസം ചടങ്ങ്, അതിന് അവളുടെ ചടങ്ങിന് ആര് വരുന്നു? അവൾക്ക് എന്നെ ഇഷ്ടമില്ല, പിന്നെ ഞാനെന്തിനാ എന്നെ അഭിയം തന്നെ തമ്മിൽ തെറ്റിക്കാൻ നടക്കുന്ന അവളും എൻ്റെ അച്ഛനും അമ്മയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവരൊക്കെ എൻ്റെ അച്ഛനും അമ്മയാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അല്ലായിരുന്നെങ്കിൽ സ്വന്തം മകളെയും മരുമാനും തമ്മിൽ വേർപിരിക്കാൻ ശ്രമിക്കുവോ? അങ്ങനെയുള്ളവരുടെ ചടങ്ങിനൊക്കെ ഞാൻ വരേണ്ട കാര്യം എന്താ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നേ. നീ വാടാ അബി എന്നും പറഞ്ഞോണ്ട് അബിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. ദേവേനിക്ക് നല്ല ദേഷ്യം വന്നു. ദേവേനി ജലജയോട് പറഞ്ഞു, നിന്റെ മരുമകളുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, അവളുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ അറിയത്തില്ലാത്തോണ്ടല്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എൻ്റെ ഏട്ടത്തി, നവ്യ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അതൊന്നും സംഭവിച്ചില്ലോ. അങ്ങനെ ഓർത്ത് സമാധാനിക്കുകയല്ല വേണ്ടേ? നിനക്ക് സമാധാനിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് അത്ര വലിയ സമാധാനമൊന്നും തോന്നില്ല. കാരണം എന്താ നിനക്കറിയാലോ? അടങ്ങി ഒതുങ്ങി നിന്ന നിനക്കൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ തെളിവ് സഹിതമുള്ള സത്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറയും. തെളിവ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാന്നറിയാലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. ഈ സമയം മുത്തശ്ശി ചോദിച്ചു, അല്ല നീ മുത്തശ്ശിന് വല്ല ആഹാരം കൊടുത്തായിരുന്നു എന്ന് ചോദിച്ചു. കൊടുത്തമ്മേന്ന് പറഞ്ഞു. ആർക്കറിയാൻ കൊടുത്തോന്ന്? അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ? ഞാൻ കൊടുക്കാതിരിക്കുമെന്ന് ചോദിച്ചു. നിന്റെ സ്വഭാവമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് ജലജയെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് മുത്തശ്ശി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു, ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അതെ, അല്ല ഞാൻ കൊടുത്ത നെക്ലേസ് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ മോള് വെട്ടിത്തിളങ്ങി നിൽക്കുമായിരുന്നല്ലോ, മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അതറിഞ്ഞാൽ മതി, എനിക്കിപ്പോഴാണ് ഒരു സന്തോഷമായെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, പക്ഷെ എന്നാലും എനിക്ക് കള്ളം പറയേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ. കള്ളവോ? അതെ, ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന സമയത്ത് അവർ ചോദിക്കുകയും ചെയ്തു. പിന്നെ വീഡിയോ കോൾ വിളിച്ചപ്പോഴും അവർ ചോദിച്ചു. അതൊന്നും അത്ര വശമില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, സാരമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് ഇനി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശിയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് നന്ദു ദേവേനയും നയനയും കൂടെ നയനയും കനകയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കനക പറഞ്ഞു, ആ ചടങ്ങിന്റെ സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഇവളും ആ അനിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നേ. എൻ്റെ അമ്മേ, നോക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? ഇടയ്ക്ക് ചിലപ്പോൾ നോക്കിന്ന് വരും, അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല. ഇതേ നയനമോളെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. ഇവള് നമ്മളെല്ലാവരും പറ്റിക്കുവാന്ന് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, ഈ അമ്മയുടെ ഒരു കാര്യം എപ്പോഴും അമ്മയ്ക്ക് ഇത് തന്നെ പറയാനേ സമയമുള്ളൂ എന്ന് ചോദിച്ചു. ഈ സമയത്ത് നയന പറഞ്ഞു, എന്നാലും നവ്യേച്ച് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കനക പറഞ്ഞു, അവളെ കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട, അവളുടെ സ്വഭാവം അറിയാലോ. എന്നാലും എന്തൊക്കെ പറഞ്ഞ ഈ അഭിയൊക്കെ അവളുടെ മനസ്സ് മാറ്റി വെച്ചിരിക്കുന്നത് ആര് കണ്ടു? അപ്പോഴേക്കും നന്ദു പറഞ്ഞു, മിക്കവാറും എനിക്ക് തോന്നുന്ന എന്തേലും കള്ളത്തരമൊക്കെ പറഞ്ഞു കാണും. അത് മാത്രമല്ല, ഈ പറയുന്ന അവനുണ്ടല്ലോ അബി എൻ ജ്വല്ലറിലേക്ക് മാനേജറായിട്ട് പോകുന്നുണ്ട്. അവൻ ആ എൻ ജ്വല്ലറുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നേ. നയന പറഞ്ഞു, ആദർശേണ്ണു ഇതൊക്കെ തന്നെയാ പറയണേ, അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്കത് തോന്നുന്നുണ്ട്. ചിലപ്പം അവരുടെ കള്ളത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടായി. ഈ സമയത്താണ് നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ടെ. നന്ദു പെട്ടെന്ന് അങ്ങോട്ട് മാറുവാണ്. കനക പറഞ്ഞ്, നോക്കുമ്പോളെ നോക്ക്, കണ്ടില്ലേ മെസ്സേജ് വന്ന് കഴിഞ്ഞപ്പോൾ ഫോണുമായിട്ട് അവളും കൂടെ മാറിയത് കണ്ടോന്ന് ചോദിച്ചു. എന്താമേ, മിക്കവാറും അവനായിരിക്കും, ആ അനിയായിരിക്കും. അവളുടെ സ്വഭാവം എനിക്കിപ്പോൾ തീരെ അങ്ങോട്ട് പിടിക്കണില്ല എന്ന് പറഞ്ഞു. ചില സമയത്ത് ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. ആ സമയം നന്ദു പുറത്തേക്ക് വന്നിട്ട് അനിയെ വിളിക്കുന്നുണ്ട്.
അനി കോൾ എടുത്തിട്ട് പറഞ്ഞു, എന്നെ വിളിക്കുമൊന്നും വേണ്ട, അവിടെ വന്നു കഴിഞ്ഞപ്പം സംസാരിക്കാൻ എത്ര വട്ടം സമയം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ എന്നെ മൈൻഡ് ചെയ്തോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, അനി നിനക്കറിയാലോ എങ്ങനെ ഞാൻ മൈൻഡ് ചെയ്യുന്നേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്തൊരു ജാടയായിരുന്നു നിനക്ക്, നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, എന്നിട്ടും സംസാരിക്കാൻ അവസരം കിട്ടിയാൽ സംസാരിക്കത്തു പോലും ഇല്ലാന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, പെണങ്ങല്ലടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കനകയും നയനയും കൂടെ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് നന്ദു കോള് കട്ട് ചെയ്തു. കനക വന്നിട്ട് ചോദിച്ചു, ആരെയാടി നീ വിളിച്ചോന്ന് ചോദിച്ചു. ആരെയും വിളിച്ചില്ല, വെറുതെ കള്ളത്തരം പറയുന്നോ, നീ അനിയല്ലേ വിളിച്ചോന്ന് ചോദിച്ചു. ഈ അമ്മയ്ക്ക് എപ്പോഴും സംശയമാണ് നയനേച്ചെന്ന് പറഞ്ഞു. നീ ആ ഫോണിങ് തരാൻ പറഞ്ഞു. എന്തിന്? എൻ്റെ അമ്മ ഇത് സ്റ്റേഷനിൽ നിന്നാ വിളിച്ചതെന്ന് പറഞ്ഞു. എപ്പോൾ ചോദിച്ചാലും സ്റ്റേഷനിൽ നിന്നാ കോള്, ഇതൊന്നും അല്ല, വേറെ എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് മോളെ എന്ന് നയനയോട് പറയണം. നയന പറഞ്ഞു, നന്ദു നിനക്കറിയാലോ അനിയും നീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിങ്ങ് ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തേരെ, ഒരു കാരണവശാലും ഇളയമ്മയൊന്നും അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നന്ദു ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കണ്ടില്ലേ മോളെ, അവളൊന്നും മിണ്ടാതെ കയറിപ്പോയത്. എൻ്റെ അമ്മ അതേക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് വന്നായിരുന്നെങ്കിലും അവന്റെ മനസ്സിൽ ഒരിക്കലും അനാമിക ഇല്ലായിരുന്നു. അവന് വേറെ ആരെയും സ്നേഹിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് നന്ദു അവനും കൂടെ ഒന്നാവട്ടെ എന്നാണ് നീ പറയണേ? അങ്ങനെയൊന്നുമല്ല മോളെ. അങ്ങനെയൊന്നുമല്ലമ്മേ. പക്ഷെ എനിക്കെന്തോ നന്ദുവിന് അങ്ങനെ ഉണ്ടെന്നൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു. നീയും കൂടെ ഇനി അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കനക അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയം പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നവ്യ അബിയോട് പറഞ്ഞു, അബി എനിക്ക് നയനയോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെങ്കിലുണ്ടല്ലോ നമ്മളെ രണ്ടുപേരെയും തെറ്റിക്കാനായിട്ട് അവൾ കുറെ ശ്രമിച്ചു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. അതുകൊണ്ട് അവളുടെ ചടങ്ങിന് ഞാൻ പോകത്തെ. പോരാത്തന്നെ അച്ഛനും അമ്മയും വരെ തിരിച്ചില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു, നിന്റെ അനിയത്തി ആളും മോശമൊന്നുമല്ല, നമ്മളെ തമ്മിൽ എങ്ങനെ തെറ്റിക്കാന്ന് പലവട്ടം ചിന്തിച്ചോണ്ട് നടന്ന അവളുടെ ഭർത്താവിന്റെ തലയിലുള്ള കുറ്റം എന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവി പറഞ്ഞു, അതായി എനിക്ക് ദേഷ്യം, ഇതുവരെയായിട്ട് അവളുടെ ഭർത്താവിന്റെ ചതി അവൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലോ. സാരമില്ല, അധികം വൈകാതെ തന്നെ അവൾക്ക് അതൊക്കെ മനസ്സിലാവും എന്നൊക്കെ നബി വലിയ വീരവാദം മുഴക്കുവാണ് നബിയോട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.